ഹായ്, നമുക്ക് പൊമോഡോറിന്റെ ഒരു ഓവർവ്യൂ നോക്കാം. പൊമോഡോർ ഒരു ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റമാണ്. നമ്മളൊരു യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടാണ് പൊമോഡോറിലേക്ക് സൈൻ ഇൻ ചെയ്യുന്നത്. വൺസ് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ ഡാഷ്ബോർഡ് ഉണ്ട്, ടാസ്ക് ബോർഡ് ഉണ്ട്, പ്രൊജക്ട്സ് ഉണ്ട്, ടാസ്ക് ലിസ്റ്റ് ഉണ്ട്, ടാസ്ക് കലണ്ടർ, ടാസ്ക് ഷെഡ്യൂളർ, സർവീസ് പാക്കേജ് തുടങ്ങി നമുക്ക് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അടിയിലായിട്ട് ഇതിൽ സെറ്റിംഗ്സ് ഉണ്ട്. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിലേക്ക് പുതിയൊരു സ്റ്റാഫ് വരികയാണ്. അപ്പോൾ ആ സ്റ്റാഫിനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആഡ് യൂസർ കൊടുത്തിട്ട് നമ്മൾ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിൽ എന്തൊക്കെ റോൾസ് വേണമെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ആഡ് റോൾ കൊടുത്തിട്ട് നമുക്ക് എന്തൊക്കെ റോൾസ് ആണുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ക്ലയൻസിനെ മാനേജ് ചെയ്യുന്ന സ്പേസ് ഇതാണ്. ഇവിടുന്ന് ആഡ് ക്ലയന്റ് കൊടുത്തിട്ട് ക്ലയൻസിനെ ആഡ് ചെയ്യാം. ബൾക്കായിട്ട് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ബൾക്കായിട്ട് എക്സൽ ഷീറ്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ക്ലയൻസിനെ നമുക്ക് ഗ്രൂപ്പ് ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്പേസ് ആണിത്. നമ്മുടെ ഓഫീസിൽ മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ടീംസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ടീം എ ക്രിയേറ്റ് ചെയ്തു. ടീം എ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു GSTക്ക് വേണ്ടിയിട്ട് ഒരു ടീം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിന്റെ ഗ്രൂപ്പ് ലീഡറെയും മെമ്പേഴ്സിനെയും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ടാസ്ക് സ്റ്റാറ്റസുകൾ, നമ്മുടെ ഓഫീസിലെ വർക്കിന്റെ ഒരു ഫ്ലോ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ഇവിടെ നിന്നാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ CRM സ്റ്റാറ്റസ്. CRM എന്ന് പറയുമ്പോൾ നമുക്ക് പൊമോഡോറിലോ ലീഡ്സ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. ലീഡ്സ് ബോർഡ്, ലീഡ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ലീഡ് അഥവാ നമുക്കൊരു പുതിയ ഒരു എൻക്വയറി വരുന്ന സ്റ്റേജ് തൊട്ട് അദ്ദേഹത്തെ കൺവേർട്ടഡ് ആയിട്ട് പെയ്ഡ് ക്ലയന്റ് ആവുന്ന വരെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ CRM സ്റ്റാറ്റസുകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സുകൾ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് ഇവിടെ ഈ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ ഏരിയയിലുള്ളത്. അത് നമ്മൾ ഈ വൺസ് പൊമോഡോർ യൂസ് ചെയ്ത് വരുന്ന സമയത്താണ് നമുക്കത് മനസ്സിലാവുള്ളൂ. പേയ്മെന്റ് ആൻഡ് ലൈസൻസ്, പേയ്മെന്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഇൻവോയ്സിനുള്ള ഒരു സ്പേസ് ഉണ്ട്. നമ്മുടെ ഇൻവോയ്സിന്റെ പ്രിഫിക്സ്, നമ്പർ ഏതാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഡാഷ്ബോർഡാണ്, പൊമോഡോറിന്റെ ഡാഷ്ബോർഡാണ്. സാധാരണഗതിയിൽ ഒരു സ്റ്റാഫ് ഡാഷ്ബോർഡിൽ വന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള ടാസ്കുകളും അദ്ദേഹത്തിന്റെ പുതിയ ടാസ്കുകളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടാസ്ക് ബോർഡാണ്. നമ്മുടെ വർക്കുകളുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിൽട്ടർ ചെയ്യാനും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണിത്. നമ്മുടെ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞ പൊമോഡോറിൽ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ ടൈപ്സ് ഓഫ് വർക്കുകളാണ് നമ്മുടെ ഓഫീസിലുള്ളത് എന്നുള്ളതാണ്. അതിനെ കാറ്റഗറൈസ് ചെയ്യാനാണ് പ്രൊജക്ട്സ് യൂസ് ചെയ്യുന്നത്. സിമിലർ ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ പറയാം നമുക്ക്. ടാസ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ടാസ്കുകളുടെ ഇപ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം ഒരു ടാസ്ക്. അപ്പോൾ ടൈറ്റിൽ വൈസ് സെർച്ച് ചെയ്യാം, ക്ലയന്റ് വൈസ് സെർച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രൊജക്ട് നെയിം വെച്ചിട്ട് സെർച്ച് ചെയ്യാം, അസൈനി വെച്ചിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ടാസ്ക് ലിസ്റ്റ്. നമ്മുടെ ടാസ്കിന്റെ ഒരു രജിസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ടാസ്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ മുകളിൽ ബൾക്ക് ഇമ്പോർട്ട് വഴി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനും CSV ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. നമുക്കതുപോലെ ടാസ്ക് കലണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഡ്യൂ ആവുന്ന ടാസ്കുകളുടെ കലണ്ടറാണ്. ഡ്യൂ ഡേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കലണ്ടർ ബിൽഡ് ആയിട്ട് വരുന്നത്. നമുക്ക് ഓരോ സ്റ്റാഫിനും അത് വ്യത്യസ്തമായിരിക്കും. അവരവർക്കുള്ള ഡ്യൂ ഡേറ്റ്സിനെ ബേസ് ചെയ്തായിരിക്കും ഉണ്ടാവുക. ഇത് ടാസ്ക് ഷെഡ്യൂളർ ആണ്. ടാസ്ക് ഷെഡ്യൂളർ യൂസ് ചെയ്യുന്നത് നമുക്കൊരു ടാസ്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള വരുന്ന ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ അത് ഷെഡ്യൂൾ ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്ത് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാസ്ക് ഷെഡ്യൂളർ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ GSTR1ന്റെ ടാസ്ക്, അത് എല്ലാ മാസവും നമുക്ക് സ്റ്റാഫിന് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാസ്കുകളാണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് ഒരേ പാറ്റേണിൽ വന്നുകൊണ്ടിരിക്കുന്ന ടാസ്കുകളാണ്, ഒരേ ഫ്രീക്വൻസിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ടാസ്കുകളാണ്. അപ്പോൾ അത്തരം ടാസ്കുകൾ നമുക്ക് ടാസ്ക് ഓട്ടോമേഷൻ ഷെഡ്യൂളർ യൂസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അസൈൻ ചെയ്ത് വിടാൻ പറ്റും സിസ്റ്റം വഴി. സർവീസ് പാക്കേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫീച്ചർ യൂസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ LLP രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി രജിസ്ട്രേഷൻ ഒക്കെ പോലത്തെ മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ഇൻവോൾവ് ആയിട്ടുള്ള അഥവാ മൾട്ടിപ്പിൾ സബ് ടാസ്കുകൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അതിന് വേണ്ടിയിട്ട് ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെക്കാൻ പറ്റും. ഇപ്പോൾ LLP രജിസ്ട്രേഷൻ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ടാസ്കുകൾ ഓരോന്നും ഇൻഡിവിജ്വലി ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു പുതിയ ക്ലയന്റ് LLP രജിസ്ട്രേഷന് വേണ്ടി വരുന്ന സമയത്ത് ആ ക്ലയന്റിനെ മാത്രം സെലക്ട് ചെയ്യുന്നു. ബാക്കി നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടാസ്കുകളെല്ലാം ഈ ക്ലയന്റിന്റെ പേരിൽ
ക്രിയേറ്റ് ആവുന്നു. ഇതാണ് നമ്മൾ സർവീസ് പാക്കേജ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ സ്റ്റാറ്റസുകൾ നമുക്ക് ഇതിന്റെ തൊട്ട് അപ്പുറത്തുള്ള നെക്സ്റ്റ് പേജിൽ നമുക്ക് കാണാനും പറ്റും. ഈ LLP രജിസ്ട്രേഷന് 12 സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു, അതിൽ എത്ര സ്റ്റെപ്പ് കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കിട്ടുന്നത്. നെക്സ്റ്റ് ചെക്ക് ലിസ്റ്റ് ടെംപ്ലേറ്റ്സ് ആണ്. ഈ ഒരു ടാസ്ക് നമ്മൾ ഒരു പുതിയ സ്റ്റാഫിന് അസൈൻ ചെയ്യണം. അപ്പോൾ ആ സ്റ്റാഫിന് അത് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള സ്റ്റെപ്സ് നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ആദ്യം ഇന്നതാണ് ചെയ്യേണ്ടത്, സ്റ്റെപ്പ് 2 ഇതാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അത്തരം ടെംപ്ലേറ്റ്സുകൾ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ യൂസ് ചെയ്യുന്നത്. ടാസ്ക് ചെക്ക് ലിസ്റ്റ് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്റ്റെപ്സ് ആണ് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ അറ്റൻഡൻസ് ആൻഡ് ലീവ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഒരു ഹോളിഡേ കലണ്ടർ ആണ് ബേസിക്കലി ഇത്. നമുക്ക് ഇതുവഴി തന്നെ ഒരു ദിവസം ലീവ് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ലീവ് റിക്വസ്റ്റ് ചെയ്യാം. ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീവ് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ലീവ് റിക്വസ്റ്റ് ചെയ്യാം. അല്ല അന്നത്തെ ദിവസം ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് റിപ്പോർട്ട്സ് ആണ്. നമ്മുടെ ഓഫീസിൽ നടന്ന ആക്ടിവിറ്റീസിന്റെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളുടെ എൻട്രി ചെയ്തേക്കുന്ന ടൈം ഷീറ്റ്സിന്റെ എല്ലാം ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള റിപ്പോർട്ട് സെക്ഷൻ ആണിത്. ഫസ്റ്റ് കോസ്റ്റ് അനാലിസിസ് റിപ്പോർട്ട് ഉണ്ട് ഇതിൽ. നെക്സ്റ്റ് ടൈം ഷീറ്റ്സ് കാണാൻ പറ്റും. നമ്മൾ ഓഫീസിൽ എൻട്രി ചെയ്തേക്കുന്ന ടൈം ഷീറ്റുകൾ കാണാൻ പറ്റും. ടാസ്ക് സ്റ്റാറ്റസ് സമ്മറി കാണാൻ പറ്റും. അതായത് ഓരോ സ്റ്റാഫിനും അസൈൻ ചെയ്തേക്കുന്ന ടാസ്കുകൾ ഏതൊക്കെ സ്റ്റേജിലുണ്ട്, എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ടാസ്ക് ഡ്യൂസ് നമ്മൾ നേരത്തെ ഡാഷ്ബോർഡിൽ കണ്ട സെയിം ഓവർഡ്യൂ ആയി കിടക്കുന്ന ടാസ്കുകൾ എത്ര ദിവസമായിട്ട് ഓവർഡ്യൂ ആയി എന്നുള്ളതിന്റെ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കൊരു എഫിഷ്യൻസി റിപ്പോർട്ട് ഉണ്ട്. ഓരോ സ്റ്റാഫും എത്ര ടാസ്ക് അസൈൻ ചെയ്തു, ഓരോ സ്റ്റാഫിന് എത്ര ടാസ്ക് അസൈൻ ചെയ്തു, അതിൽ എത്ര കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെയുള്ള ഒരു ഓവർവ്യൂ ആണ് ഇവിടുത്തെ കിട്ടുന്നത്. യൂസർ ആക്ടിവിറ്റി നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓരോ സ്റ്റാഫും ഏതൊക്കെ എപ്പോഴാണ് ലാസ്റ്റ് ലോഗിൻ ചെയ്തേക്കുന്നത്, ഏത് ടാസ്ക് ആണ് ലാസ്റ്റ് ആക്റ്റീവായിട്ട്, മീൻസ് ഏത് ടാസ്കിലാണ് ലാസ്റ്റ് വർക്ക് ചെയ്തേക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ നമ്മുടെ പേയ്മെന്റ്സിന്റെയും ഒരു സമ്മറി നമുക്ക് ഇവിടുന്ന് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഓഫീസിൽ കളക്ട് ചെയ്യാനുള്ള ഫീസ് എത്ര രൂപയാണ്, അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു പേജിൽ നിന്ന് കിട്ടും. നെക്സ്റ്റ് ഞാൻ പോകുന്നത് ലീഡ്സിലേക്കാണ്. ലീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഫീസിലേക്ക് പുതിയ ഒരു എൻക്വയറി വന്നു, അവർക്കൊരു സർവീസ് വേണം, ഇപ്പോൾ ഒരു കമ്പനി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു എൻക്വയറി വന്നു. അപ്പം നമ്മൾ അദ്ദേഹത്തെ ഒരു ലീഡായിട്ടാണ് ആഡ് ചെയ്യുന്നത് പൊമോഡോറിൽ. അതിനുശേഷം അദ്ദേഹത്തെ പല പല സ്റ്റേജുകളിലൂടെ കൊണ്ടുപോയി കൺവേർഷനിലേക്ക് എത്തിക്കും. അഥവാ അദ്ദേഹത്തിന്റെ വർക്ക് നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. അതാണ് നമ്മുടെ ലീഡ് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു ഇൻവോയ്സ് ലിസ്റ്റ് ഉണ്ട്. നമ്മുടെ ഓഫീസിലുള്ള ഇൻവോയ്സുകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് ഇവിടെ ഈ ഒരു സ്പേസിൽ അവൈലബിൾ ആയിട്ട് വരും. ഇത്രയാണ് നമ്മുടെ പൊമോഡോറിന്റെ ഒരു ഓവർവ്യൂ. പിന്നെ ടോപ്പിലായിട്ട് നമുക്ക് ഒരു ടൈമിന്റെ ബാർ കാണാൻ പറ്റും. നമ്മൾ എൻ്റർ ചെയ്യുന്ന ടൈം ഷീറ്റ് അനുസരിച്ചിട്ട് ഇവിടെ അപ്ഡേറ്റ് ആയി വരുന്നുണ്ടാവും. 8 മണിക്കൂർ ഒരു ദിവസം വർക്കിംഗ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ എത്ര ദിവസത്തെ ടൈം ഷീറ്റ്, എത്ര ദിവസം മീൻസ് എത്ര ടൈമിന്റെ ടൈം ഷീറ്റ് എൻ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ നിന്ന് റീഡ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ അവിടെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് പ്രൊഫൈൽ പിക്ചർ, പിന്നെ ബേസിക് ആയിട്ട് കുറച്ച് ട്യൂട്ടോറിയൽ വീഡിയോസ്, നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം, പൊമോഡോറിന്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ സൈൻ ഔട്ട്. ഇത്ര ഓപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. ഈ ഒരു വിൻഡോ കൊളാപ്സ് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനാണ് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഇതാണ് പൊമോഡോറിന്റെ ഒരു നാവിഗേഷന്റെ ഒരു ഓവർവ്യൂ. താങ്ക് യു.